പറയാൻ തന്നെ ഇപ്പോൾ നമ്മോട് സമ്മതിക്കും. ബഹുമാന്യയായ യോഗാധ്യക്ഷ, വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി തുളസി സോമൻ, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നീതു വിനോദ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, അധ്യാപക ശ്രേഷ്ഠർ, PTA ഭാരവാഹികൾ, ഈ കലാലയത്തെ ഇതിനു മുമ്പ് നയിച്ച PTA ഭാരവാഹികൾ, അതുപോലെ അധ്യാപക ശ്രേഷ്ഠർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങളെ, ഭഗവതി വിലാസം ഹൈസ്കൂൾ നമ്മുടെ ഈ വൈപ്പിൻകരയിലെ വൈപ്പിൻ വിദ്യാഭ്യാസ ഉപജില്ലയിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിദ്യാലയമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നെ പോലുള്ള ആളുകളെല്ലാം വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ തന്നെ എറണാകുളത്തെല്ലാം നടക്കുന്ന കലോത്സവ വേദികളിലും സ്പോർട്സ് രംഗത്തുമെല്ലാം എപ്പോഴും അറിയപ്പെടുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള നാമങ്ങളിൽ ഒന്ന് തന്നെയാണ് നായരമ്പലം ഭഗവതി വിലാസം ഹൈസ്കൂൾ. മാത്രമല്ല, വൈപ്പിൻകരയിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാ ആളുകളെയും ഈ പവിത്രമായ വിദ്യാലയം എപ്പോഴും ആകർഷിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാലയമാണ്. അതിൻ്റെ മഹത്തായ 100 കൊല്ലങ്ങൾ പിന്നിടുന്ന ശതാബ്ദി ആഘോഷങ്ങൾക്ക് നാം ഇന്ന് തുടക്കം കുറിക്കുകയാണ്. 100 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇത് ആരംഭിച്ചതിൻ്റെയും അതിൻ്റെ പ്രയാസങ്ങളും അത് ബാലാരിഷ്ടതകൾ പിന്നിട്ട കഥകളുമെല്ലാം ഇവിടെ ചുരുക്കം വാക്കുകളിലാണെങ്കിലും നമുക്ക് മുമ്പിൽ അനാവരണം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. 100 കൊല്ലങ്ങൾക്ക് മുൻപ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 19-ാം നൂറ്റാണ്ടിൻ്റെ എല്ലാ തരത്തിലുമുള്ള നാടുവാഴിത്തത്തിൻ്റെ എല്ലാ അനീതികളും നിലനിന്നിരുന്ന ഒരു സമൂഹം. ആ സമൂഹത്തെ മാറ്റിമറിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങളാണ് അന്നത്തെ ഉത്ഭവിഷ്ടുക്കളായ നവോത്ഥാന നായകന്മാർ നേതൃത്വം നൽകിയത്. നവോത്ഥാന നായകന്മാരുടെ ഒരു നീണ്ട നിര പേരുകളൊന്നും പറഞ്ഞ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നില്ല. ദ്വാരാട്ടുപുഴ വേലായുധപ്പണിക്കരിൽ നിന്നും തുടങ്ങി ശ്രീനാരായണ ഗുരു വഴി എല്ലാ സവർണ ഹൈന്ദവ സമുദായങ്ങളിലും നവോത്ഥാനത്തിന്റെ ശാങ്കുലിനാദം അന്നുയരുകയുണ്ടായി. കീഴാള സമൂഹത്തിൽ മാത്രമല്ല, നമ്മുടെ സമൂഹത്തിലെ സവർണ ഹിന്ദുക്കളിൽ പോലും, നമ്പൂതിരിമാരിൽ, നായർ സമുദായത്തിലെല്ലാം അത് അലയടിക്കുകയുണ്ടായി. അങ്ങനെയാണ് നവോത്ഥാന പ്രസ്ഥാനത്തിൽ മന്നത്ത് പത്മനാഭനും അതുപോലുള്ള VT നമ്പൂതിരിപ്പാടിനുമെല്ലാം EMS നമ്പൂതിരിപ്പാടിനും ഭട്ടതിരിപ്പാടിനും എല്ലാം അതിന് സ്ഥാനം വരുന്നത് അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് മുന്നേ സഞ്ചരിച്ച ആ പൂർവ്വസൂരികളുടെ സ്വപ്നം ഒരു മതനിരപേക്ഷ ജനാധിപത്യ കേരളം, അതോടൊപ്പം തന്നെ എല്ലാവർക്കും വിദ്യാഭ്യാസവും എല്ലാവർക്കും തൊഴിലുമെല്ലാം ലഭിക്കുന്ന ഒരു സമൂഹമാണ് അവർ സ്വപ്നം കണ്ടത്. അവരുടെ ജീവിത സ്വപ്നങ്ങൾക്ക് സാഫല്യം നൽകിയത്, അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾ പീലി വിടർത്തിയത്, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 56-ൽ നമ്മുടെ കേരളപ്പിറവിക്ക് ശേഷം 57-ൽ നടന്ന ആദ്യത്തെ ഗവൺമെന്റ് രൂപീകരണത്തോടുകൂടി ശ്രീ EMS കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വന്ന ആ സന്ദർഭത്തിലാണ് കേരളത്തിലെ നാടുവാഴിത്തം അവസാനിപ്പിക്കാനും അതുപോലുള്ള ജാതി വിവേചനങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒരു നിലപാട് സ്വീകരിച്ചു. ജന്മി നാടുവാഴിത്തത്തിൻ്റെതായ ആ സമൂഹത്തിന്റെ വേരറക്കുകയും കൃഷിഭൂമി എല്ലാവർക്കും നൽകുന്ന വളരെ സമഗ്രമായ ഒരു കാർഷിക പരിഷ്കരണ ബില്ല് അവതരിപ്പിക്കുകയും 970കളോടുകൂടിയാണത് പൂർണ്ണതയിലെത്തിയതെങ്കിലും കേരളത്തിന്റെ ജന്മി നാടുവാഴിത്ത വ്യവസ്ഥയെ അതിന്റെ അടിവേര് തകർക്കുന്ന ഒന്നായി